ഇന്ന് എല്ലാവരും കേട്ട് ഞെട്ടിയൊരു വാർത്ത ഒരു പെൺകുട്ടിയുടെ മരണ വാർത്തയായിരുന്നു. എത്രയോ അടി താഴ്ചയിൽ നിന്ന് താഴേക്ക് വീണ പെൺകുട്ടി ജീവനോടെ ആശുപത്രിയിലെത്തിയെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓരോ ദൃശ്യങ്ങളും ഇപ്പോൾ എല്ലാവരെയും കരയിപ്പിക്കുകയാണ്. ആർക്കും അത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. കാക്കനാടാണ് ഈ സംഭവം ഉണ്ടായത്. മരിച്ചത് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണ് ഇത് കൊടുക്കുന്നത്. സഹോദരനോടൊപ്പം സന്തോഷമായിട്ട് സൈക്കിൾ ചവിട്ടുന്നതിനിടയിൽ റോഡിൽ നിന്ന് 20 അടി താഴ്ചയിലേക്കാണ് ഈ 12കാരി വീണു മരിച്ചത്. മാവേലിപുരം ഗുഡ് എർത്ത് ഹ്യൂസ് ഓഫ് ലൈഫ് ഫ്ലാറ്റിൽ താമസിക്കുന്ന റോഹൻ ആൻഡ്രൂസിൻ്റെയും ടെസി ജെ മാത്യുവിൻ്റെയും മകൾ റിഹാന കാതറിൻ ആൻഡ്രൂസ് ആണ് മരിച്ചത്. ആ ഫ്ലാറ്റിലെ ഒട്ടുമിക്ക എല്ലാ അയൽവാസികൾക്കും, എന്തിനു പറയുന്നു, ആ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു പെൺകുട്ടിയാണ്. അത്രയേറെ മിടുക്കി. ആരെ കണ്ടാലും പുഞ്ചിരിക്കാതെ അവൾ ഒരു ദിവസം കടന്നു പോകില്ല. സഹോദരനോടൊപ്പം എപ്പോഴും കളിക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്നും എത്തിയത്. എന്നും അവിടേക്ക് തന്നെ അവൾ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ മാവേലിപുരം ഓണം പാർക്കിന് സമീപമുള്ള റോഡിലാണ് അപകടം നടന്നത്. സൈക്കിൾ ചവിട്ടുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ന്ന പറമ്പിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നതാണ്. വീണ ഉടനെ തന്നെ എവിടെയോ പൊട്ടലുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. എന്നാൽ ഇത്ര ഗുരുതരമാകും അവളുടെ അവസ്ഥ എന്ന് അവർക്കാർക്കും മനസ്സിലായിരുന്നില്ല. എല്ലാവരും അവൾ ഇപ്പോൾ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. കുട്ടികൾ ഇത്തരത്തിൽ കളിക്കുമ്പോൾ അപകടം സംഭവിക്കുന്ന വാർത്ത വെക്കേഷനുകളിൽ കൂടുതൽ തന്നെയായിരുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധ എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കുട്ടികളെ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല. അങ്ങനൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. മൃതദേഹം പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രി മോർച്ചറിയിലാണ്. കൊല്ലം കുടിമുകൾ വിദ്യാജ്യോതി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണിവൾ. മാവേലിപുരം റീനാസ് ശിക്ഷാ നികേതൻ സ്കൂൾ നടത്തിപ്പുകാരനാണ് റിഹാനയുടെ മാതാപിതാക്കൾ. റിഹാൻ ആൻഡ്രൂസ്, അയാൻ ആൻഡ്രൂസ് എന്നിവരാണ് സഹോദരങ്ങൾ. ഇവർ രണ്ടുപേരും ഒപ്പം കളിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും സഹോദരങ്ങളെ ശുശ്രൂഷിച്ചു തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. എല്ലാവർക്കും വളരെയധികം സുപരിചിത തന്നെയാണ് റിഹാന. റിഹാന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിഹാനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർ ആ ഫ്ലാറ്റിൽ കുറച്ചു മാത്രമാണ്. കുട്ടികളിടയിൽ മിടുക്കിയായ റിഹാന എന്നും അവിടുത്തെ അയൽവാസികളുടെ പ്രിയങ്കരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത എല്ലാവർക്കും ഒരു സങ്കടമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഓരോരുത്തരും ഈ വാർത്ത കേൾക്കുമ്പോൾ റിഹാനെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. എല്ലാവർക്കും ഈ വാർത്ത ദുഃഖമുണ്ടാക്കുന്നു.